വനിതകളുടെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ 7 വിക്കറ്റിന്റെ ജയവുമായി ഇന്ത്യ എ ഗ്രൂപ്പ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് 108 റണ്ണിന് ഓൾഔട്ടായി. മറുപടി ബാറ്റ് ചെയ്ത ഇന്ത്യ കളി തീരാൻ 35 പന്തുകൾ ശേഷിക്കെ വിജയ റണ്ണെടുത്തു. നായിക ഹർമൻപ്രീത് കൗർ 5, ജമീമ റോഡ്രിഗസ് 3 എന്നിവർ ചേർന്നാണ് വിജയ റണ്ണെടുത്തത്. ഓപ്പണർമാരായ ഷഫാലി വർമ്മ 29 പന്തിൽ ഒരു സിക്സറും 6 ഫോറുമടക്കം 40, സ്മൃതി മന്ദാന 31 പന്തിൽ 45 എന്നിവർ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. 6-ാം ഓവറിൽ ടീം സ്കോർ 50 കടന്നു. സ്മൃതി മന്ദാനയെ പുറത്താക്കി സയ്യിദ അരൂബ് ഷായാണ് കൂട്ടുകെട്ട് പൊളിച്ചത്. വനിതാ ട്വന്റി-20യിൽ ഏറ്റവും കൂടുതൽ റണ്ണെടുക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡുമായാണ് താരം ക്രീസ് വിട്ടത്. സ്മൃതി ഇതുവരെ 3365 റണ്ണെടുത്തു. രേണുക സിംഗ്, പൂജ വസ്ത്രാകർ, ശ്രേയങ്ക പാട്ടീൽ എന്നിവർ 2 വിക്കറ്റ് വീതമെടുത്തു. വസ്ത്രാകർ എറിഞ്ഞ 2-ാം ഓവറിൽ ഗുൽ ഫിറോസ് 5 മടങ്ങി. ഓപ്പണർ മുനീബ അലിയെയും 11 പന്തിൽ 11 വസ്ത്രാകർ പുറത്താക്കി. അലിയ റിയാസ് 6, നിദാസാർ 8 എന്നിവരും പുറത്തായതോടെ പാകിസ്ഥാന് വലഞ്ഞു. ടോപ്പ് സ്കോറർ സിദ്ര അമിനും 35 പന്തിൽ 25, തുബഹസനും 19 പന്തിൽ 22 ചേർന്നതോടെയാണ് പാക് ഇന്നിംഗ്സിന് ജീവൻ വച്ചത്. ഫാതിബ സന 16 പന്തിൽ 2 സിക്സറും 1 ഫോറുമടക്കം പുറത്താകാതെ 22 ടീം സ്കോർ 100 കടത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് 3 മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയത്. വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷ് തിരിച്ചെത്തി. അരുന്ധതി റെഡ്ഡി, സജീവൻ സജന എന്നിവർക്കു പകരം രേണുക സിംഗും ദയാലൻ ഹേമലയും കളിച്ചു. ദീപ്തി ശർമ്മയാണ് മത്സരത്തിലെ താരം.